ഹലോ എവ്രി വൺ, നാച്ചു സാറാണ്. ഇത് നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയോ പാനിക് ആക്കാൻ വേണ്ടിയോ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. നേരെ മറിച്ച് ഈ അക്കാദമിക് ഇയർ തുടക്കം മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ എന്ന രീതിയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റ് ഒന്നുമില്ലാതെ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. നമ്മുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 2026 മാർച്ച് 5 ഒരു വ്യാഴാഴ്ച തുടങ്ങി 2026 മാർച്ച് 30 തിങ്കളാഴ്ചയാണ് നമ്മുടെ എക്സാം അവസാനിക്കുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളുടെ കണക്കൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഓരോ ദിവസവും ഏതൊക്കെ എക്സാംസ് ആണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓരോ പരീക്ഷകൾക്കിടയിലും എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പല പരീക്ഷകൾക്കിടയിലും കെമിസ്ട്രി പോലെ, ഫിസിക്സ് പോലെയുള്ള, മാത്സ് പോലെയുള്ള പരീക്ഷകൾക്കിടയിൽ ഗ്യാപ്പ് വളരെ കുറവാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. കാരണം ഈ മാർച്ച് 5 നമ്മൾ പല ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്നത്. മാർച്ച് 5 എക്സാം തുടങ്ങുന്നു, സോ ഇന്ന് മുതൽ മാർച്ച് 5 ഇത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്നൊക്കെയുള്ള പ്ലാനുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മാർച്ച് 5 വേണ്ടി 2025 മാർച്ച് 5 വേണ്ടി നമ്മൾ കുറച്ചൊന്നുമല്ല സ്വപ്നം കാണാൻ തുടങ്ങിയത്. നമ്മൾ 2025 ഈ വർഷം ഒരു ഏപ്രിൽ മാസം മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മാർച്ച് 5 വേണ്ടി സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങളും നമ്മളോട് തന്നെ കളവ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഞാൻ ആ പരീക്ഷയ്ക്ക് മുഴുവൻ A+ നേടും, ഈ അക്കാദമിക് ഇയറിൽ ഞാൻ ഗംഭീരമായി പഠിക്കും, ഈ അക്കാദമിക് ഇയറിൽ എന്നെ ആർക്കും പിടിച്ചാക്കിയിട്ടില്ല എന്നൊക്കെ നമ്മളോട് തന്നെ കളവ് പറഞ്ഞ് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യിച്ച് നമ്മൾ ഇങ്ങനെ ഡിസംബറിന്റെ പടിവാതിൽക്ക് എത്തി നിൽക്കുവാണ്. ഇനി വളരെ കുറച്ച് ദിവസം കൂടി എക്സാമിനുള്ളൂ. ശരിയാണ്, വീണ്ടും പറയുന്നു, കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ എന്ന് പറയുമ്പോഴും അവിടെ അത്രയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. നമുക്ക് സമയമുണ്ട്. ഇനിയും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്തത്ര ദൂരത്തൊന്നുമല്ല നിങ്ങളുടെ ഫുൾ A+ എന്ന് പറഞ്ഞ ആ മാജിക് നമ്പർ കിടക്കുന്നത്. എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം വളരെ സിമ്പിളാണ്. ഞാൻ ഓൾറെഡി ഒരു തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, എന്നാലും ഒന്നുകൂടെ കേൾക്കൂ. നിങ്ങൾ ഈ മാർച്ച് 5 എന്നുള്ള ആ ഡേറ്റ്, അല്ലെങ്കിൽ മാർച്ച് 5 മുതൽ മാർച്ച് 30 വരെ എന്നുള്ള ആ ഡേറ്റ് മാത്രമല്ല, നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന 5 ഡേറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഏതൊക്കെയാണ് സാർ 5 ഡേറ്റ്? ഇതാണ് ആ 5 ഡേറ്റ്: 1, 2, 3, 4, 5. ഈ 5 ഡേറ്റുകൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായി ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട, ഈ ദിവസം നിങ്ങൾക്ക് അത്രമേൽ മെമ്മറബിൾ ആയിട്ടൊരു ദിവസമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, മാർച്ചിലാണ് എക്സാം തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ജാനുവരി മുതൽ എന്ത് ചെയ്യാണ്, ഒഫീഷ്യലി ഈ ഒരു എന്താ പറയുക, ഒരു എക്സാം സീസണിലേക്ക് എൻറ്റർ ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ IT മോഡൽ എക്സാം തുടങ്ങുന്നത് ജാനുവരി 12 മുതൽ ജാനുവരി 22 വരെയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ എക്സാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് സ്കൂൾ പൂട്ടി തുറന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ്, അല്ലെ, നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടുന്നതിന് മുമ്പ്, നമ്മളൊന്ന് ശ്വാസം വിടുന്നതിന് മുമ്പ് നമ്മൾ IT മോഡലിലേക്ക് പോകും. കാരണം ജാനുവരി 12 എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ്. അപ്പോഴേക്കും നമ്മുടെ മോഡൽ എക്സാം തുടങ്ങും. അതിനുശേഷം IT പബ്ലിക് എക്സാമിന് ബാക്കിയുള്ളത് വളരെ കുറച്ച് ദിവസങ്ങളാണ്. കാരണം നിങ്ങൾക്കറിയാം, ജാനുവരിയിൽ 31 ദിവസങ്ങളാണ് ടോട്ടൽ ഉള്ളത്. സോ അവിടെ ഒരു 9 ദിവസവും, ദെൻ ഇവിടെ ഒരു ദിവസവും, 10 ദിവസം, 11ാമത്തെ ദിവസം എന്താണ്, ITയുടെ പബ്ലിക് എക്സാം ആണ്. അപ്പം മാർച്ച് 5 നമ്മുടെ എക്സാം തുടങ്ങുന്നത് ഫെബ്രുവരി 2 കാരണം ഫെബ്രുവരി തന്നെ നമ്മുടെ 10 A+കളിൽ 1 അന്നാണ് തീരുമാനിക്കപ്പെടുന്നത്. അതിനുശേഷം SSLC മോഡൽ എക്സാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, 13ാം തീയതി എല്ലാവർക്കും എല്ലാ ദിവസവും എക്സാം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ 13 വരെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. എല്ലാവരുടെ എക്സാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ സമയത്ത് എല്ലാവരുടെ എക്സാം കഴിയണം, എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ 13 കഴിഞ്ഞ് 14, 15 2 ദിവസം കഴിഞ്ഞ് 16ാം തീയതി SSLC മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 16 എന്ന് പറയുന്ന ഒരു തിങ്കളാഴ്ചയാണ്. ഫെബ്രുവരി 20 എന്ന് പറയുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. എന്ന് വെച്ചാൽ ഒരു തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങളുടെ 9 സബ്ജക്റ്റിന്റെ എക്സാം നടക്കുന്നത്. അത്രമേൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ കൂടിയായിരിക്കും നിങ്ങൾ ഈ ഫെബ്രുവരി 16 മുതൽ 20 വരെ കടന്നു പോവാം. അതിനുശേഷം നമുക്കറിയാം, ഫെബ്രുവരി 2026 28 ദിവസമേ ഉള്ളൂ. സോ ഇവിടെ ഒരു 8 ദിവസം ബാക്കിയുണ്ട്. ദെൻ മാർച്ച് 4 വരെ നിങ്ങൾക്ക് 4 ദിവസം ബാക്കിയുണ്ട്. സോ 12 ദിവസം മോഡൽ എക്സാം കഴിഞ്ഞ് 12 ദിവസമാണ് നമുക്ക് എന്തിനു ബാക്കിയുള്ളത്, പബ്ലിക് എക്സാമിന് ബാക്കിയുള്ളത്. ഈ 12 ദിവസമാണ് നമ്മൾ ഈ പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള, സോ കോൾഡ് ആയിട്ടുള്ള സ്റ്റഡി ലീവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ മാർച്ച് 5 മുതൽ 30 വരെയാണ് എക്സാം. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ ടൈം ടേബിളിന്റെ ഡേറ്റ് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം മാർച്ച് 5 മുതൽ 29 വരെ എന്ന് പറയുമ്പോൾ 26 ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ പരീക്ഷയ്ക്കും അത്യാവശ്യം നല്ല ഗ്യാപ്പുകൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈം ടേബിൾ വന്നപ്പോൾ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല ആ ടൈം ടേബിൾ നമുക്ക്. കാരണം എല്ലാ
പരീക്ഷകൾക്ക് എന്തില്ല, വലിയ ഗ്യാപ്പുകളില്ല. ഫിസിക്സ് പോലെയുള്ള, കെമിസ്ട്രി പോലെയുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പരീക്ഷകൾക്ക് ഒരു ദിവസമാണ് ഗ്യാപ്പ്. എഗെയിൻ മാത്തമാറ്റിക്സ് പോലെയുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു പരീക്ഷ, വളരെ ഒരുപാട് കുട്ടികൾ സീരിയസ് ആയിട്ട് കാണുന്ന, ഒരുപാട് കുട്ടികൾ പേടിയോടെ കാണുന്ന പരീക്ഷയ്ക്ക് 2 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഗ്യാപ്പുകളിൽ പഠിക്കുക എന്നുള്ളത് അത്ര രസമുള്ളൊരു പ്ലാൻ ആയിരിക്കില്ല. അതിനുശേഷം ഇവാലുവേഷൻ, അത് നിങ്ങൾക്കറിയാം, തൊട്ടടുത്ത മാസം ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് SSLC ഇവാലുവേഷൻ. ആൻഡ് ഈ പറയുന്ന ഡേറ്റുകളൊക്കെ നിങ്ങൾ ഗംഭീരമായി ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ, ഗംഭീരമായി പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, മെയ് 8-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി SSLC റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത്, അന്നൊരു 4 മണി 5 മണിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ നിങ്ങളുടെ വീട്ടുകാർക്ക് മുമ്പിൽ, നിങ്ങളുടെ കൂട്ടുകാർക്ക് മുമ്പിൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വളരെ കുറച്ച് ദിവസങ്ങൾ ഇനി ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഓക്കെ, ആൻഡ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, അത് ക്രിസ്മസ് എക്സാം ആണ്. കാരണം ക്രിസ്മസ് എക്സാമിൽ നമ്മൾ ഈ സിലബസിൻ്റെ 40% എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ പീപ്പിൾ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് എനിക്ക് അറിയേണ്ട കാര്യം, എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? നിങ്ങൾ പഠിച്ചിട്ട് എവിടെ എത്തി? നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ആൻഡ് സൈലം ഒരു നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്റ്റഡി പാർട്ട്ണർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയൂ. ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കൂ, കൂൾ ആയിട്ടിരിക്കൂ, കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടിരിക്കൂ. ഇതും കടന്നു പോകും. ദിസ് ടു ഷാൾ പാസ്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ പീപ്പിൾ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.